ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. രാവിലെ നല്ലൊരു പ്രഭാതമാണ് കേട്ടോ. മഞ്ഞ് മൂടിയ ഒരു പ്രഭാതം. താഴ്വരകളും മലനിരകളും എല്ലാം മഞ്ഞ് മൂടി കിടക്കുവാണേ. സൂര്യൻ ഉദിച്ചു വന്നിട്ടുണ്ട്, പക്ഷെ കാണാൻ പറ്റുന്നില്ല. മഞ്ഞും മഴക്കാറെല്ലാം കൂടെ കൂടി സൂര്യനെ അങ്ങ് മൂടി. അപ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. സൂര്യനെ കാണാൻ പറ്റുന്നില്ല. പ്രദേശമെല്ലാം നല്ല മഞ്ഞ് മൂടി കിടക്കുവാണേ. രാവിലെ കോഴി കൂകുന്നുണ്ട്, കാട്ടുകോഴിയും കൂകുന്നുണ്ട്, നമ്മുടെ കോഴിയും കൂകുന്നുണ്ട് കേട്ടോ. രാവിലെ നല്ലൊരു പ്രഭാതക്കാഴ്ചയാണ് കേട്ടോ. മഞ്ഞും കാർമേഘവും എല്ലാം കൂടെ കൂടി നന്നായിട്ട് മൂടി കിടക്കുക. അന്തരീക്ഷം എല്ലാം മഞ്ഞ് മൂടി നല്ല ഭംഗിയായിട്ടൊരു കാഴ്ച. സൂര്യനെ മറച്ചു പിടിച്ചിരിക്കുകയാണേ. രാവിലെ മഞ്ഞും കാർമേഘവും എല്ലാം കൂടെ കൂടി സൂര്യഭഗവാനെ മറച്ചു പിടിച്ചിരിക്കുകയാണേ. പണ്ടൊരു കവിത ഞാൻ പഠിച്ചിട്ടുണ്ട്. കെൽപ്പില്ലായാതോർക്കും ഒപ്പുണ്ടാം മുകളിൽ കെൽപ്പരെ വെന്നിടാം എന്നേ ഉള്ളൂ എന്ന്. എന്താണെന്ന് വെച്ചാൽ വളരെ ശക്തനായ സൂര്യനെ വലിയ ശക്തിയില്ലാത്ത കാർമേഘങ്ങളെല്ലാവരും കൂടെ കൂടുമ്പോൾ മറച്ചു പിടിക്കുന്നു. ശക്തിയില്ലാത്തവരെല്ലാവരും ഒന്നിച്ച് നിൽക്കുമ്പോൾ തോൽപ്പിക്കാൻ സാധിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ മറച്ചു പിടിച്ചിരിക്കുകയാണേ. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു മുട്ടക്കറി വെച്ചു കേട്ടോ. വലിയ ചാറൊന്നും ആക്കാതെ സവോളയും തക്കാളിക്കയും പച്ചമുളകും കറിവേപ്പിലയും മുളക് പൊടിയും എല്ലാം കൂടി ചേർത്ത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാല എല്ലാം ചേർത്ത് നല്ലൊരു മുട്ടക്കറി വെച്ചു. പിന്നെ ദോശയും ചുട്ടു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ടക്കറിയും ദോശയും. ദോശയ്ക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് പൊളിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ദോശക്കല്ലിൽ നെയ്യ് തൂത്തതിന് ശേഷം കോരി ഒഴിച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ദോശ പൊള്ളി വരുന്ന കാണാൻ നല്ല ഭംഗിയാണല്ലേ. ഓരോ കുഞ്ഞു തുളയായിട്ട് വീണ് ദോശയ്ക്കകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പോകുന്നതാണേ തുള വരുന്നത്. ഉണ്ടോ, മൊത്തം തുള ആയി. അങ്ങനെ ആ ദോശ മറിച്ചിടാറായി കേട്ടോ. ഉച്ചക്കത്തേനുള്ള കറിയായിട്ട് കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു, അത് ഫ്രൈ ആക്കിയെടുത്തു. പിന്നെ ചാറ് കറിക്കായിട്ട് തക്കാളിക്ക ചാറ് വെച്ചു. തക്കാളിക്കയും സവോളയും കൂടെ വേവിച്ച് തേങ്ങ അരച്ച് ചാറ് വെച്ചു. അങ്ങനെ ഉച്ചക്കറി റെഡിയായി. അപ്പോഴേക്കും മീൻകാരൻ വന്നായിരുന്നേ. 1 കിലോ മത്തിയും മേടിച്ചു, 1 കിലോ അയലയും വാങ്ങിച്ചു. രണ്ടും നല്ല മീനായിരുന്നു കേട്ടോ. ഇനി ഇതെല്ലാം ഒന്ന് വെട്ടിപ്പെറുക്കിയെടുക്കണം. അയലയും മത്തിയും നന്നായിട്ട് വെട്ടിയെടുത്തു കേട്ടോ. 1 മണിക്കൂർ നേരത്തെ പണിയായിരുന്നു കേട്ടോ. 1 കിലോ അയല 1 കിലോ മത്തി ഉണ്ടായിരുന്നു. ശരിക്കും വെട്ടി എടുത്തു. അടുത്ത് പോയി കേട്ടോ. മത്തി വെക്കാനാണ് ഭയങ്കര ബുദ്ധിമുട്ട്. അയല എളുപ്പമായിരുന്നു. അയല ഒരു കറി അങ്ങ് വെച്ചേക്കാമെന്ന് കരുതി ഞാനെല്ലാം ശരിയാക്കി മുറ്റത്തെ അടുപ്പിൽ തീയ വെച്ചിട്ടുണ്ടേ. അടുപ്പിൽ വെച്ച് കഴിക്കുവാണെങ്കിൽ നന്നായിട്ട് വേവും, എല്ലായിടത്തും തീയും ചെല്ലും. നമ്മുടെ അയലക്കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് മീൻകറി വെന്തതിൻ്റെ. അപ്പോഴേ അങ്കിള് കഞ്ഞി വെക്കാണ് കേട്ടോ. നമുക്കല്ല, കോഴിക്കാണേ. കോഴിക്കുള്ള കഞ്ഞി അങ്കിളാണ് വെക്കുന്നത്. അപ്പോഴാണ് റോഡിൽ നിന്ന് വലിയ ഒച്ചപ്പാട് കേൾക്കുന്നത്. ഞാൻ എന്താണെന്ന് കാണാൻ വേണ്ടി റോഡിലേക്ക് കയറി നോക്കിയപ്പോഴാണേ അവിടെ JCB പണിയുന്നതാണേ. കണ്ടോ, ദൂരെ JCB പണിയുന്നത്. പൈപ്പിൽ വെള്ളം വരാനായിട്ട് പൈപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കുഴിച്ചിടുവാണേ. പാവലിന് വെള്ളം ഒഴിക്കുവാണേ. ഇന്നാള് ഞാൻ അവിടെ നട്ടായിരുന്നത്. അത് നട്ടപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തായിരുന്നേ. അത് ഇത്രയായി. പാവല് കണ്ടോ. അമ്മച്ചി എന്നോടാണ് പറയുന്നത്, വീഡിയോയിലാണ് പറഞ്ഞത്. അമ്മച്ചി വീഡിയോയിലാണോ എന്നോടാണോ അമ്മച്ചി? അയ്യോ, അല്ല ഞാൻ പറയുന്നത് കേൾക്കത്തില്ലേ? നിങ്ങളിപ്പോൾ ഓർക്കുമായിരിക്കും ആരാ വീഡിയോ പിടിക്കുന്നതെന്നല്ലേ. എൻ്റെ കൊച്ചുമക്കളാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു മോള് ഓപ്പറേഷനായിട്ട് ആശുപത്രി കിടക്കുമായിരുന്നു. ആ മോള് വന്നിട്ടുണ്ട്, ഇവിടെ ഉണ്ട്. 2-3 മാസം കഴിഞ്ഞേ പോവുള്ളൂ. അപ്പോൾ കൊച്ചുമക്കൾ ഇവിടെ ഉണ്ട്. അവരാണ് വീഡിയോ പിടിക്കുന്നത്. എനിക്ക് കൂട്ടായി കേട്ടോ. വീഡിയോ പിടിക്കാനും കൂട്ടുമായി. ഇനി കൊച്ചുമക്കളുണ്ട് 2 പേരും. അവിടെ ഒരു ചക്ക കിടപ്പുണ്ടായിരുന്നു ചുവട്ടിൽ. അതൊന്ന് മൂത്തതാണോ എന്ന് നോക്കാം. കുറേ ഇറങ്ങിപ്പോണം കേട്ടോ. സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ
താഴെ ചെന്നേ നിൽക്കുള്ളൂ, തെറ്റിയാൽ. കരിയിലയാണേ. ചുവട്ടി കിടക്കുന്ന ചക്കയായതുകൊണ്ട് നോക്കാൻ എളുപ്പമുണ്ട്. ഓ, മൂത്തിട്ടില്ല. കൊട്ടി നോക്കിയിട്ട് മൂത്തിട്ടില്ലെന്നാണ് തോന്നുന്നത് കേട്ടോ. മൂത്തില്ല. ഇല്ല, പോരെ പോരെ. വാ ബയോ ബയോ. ഇല്ല ഇല്ല, പിടിക്കില്ല. ഇല്ല, വാ നീ വാ. അല്ല 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 അല്ല, അത് ഞാൻ ചുമ്മാ ഇങ്ങനെ ഫോണിങ്ങനെ പിടിച്ചിട്ടുള്ളൂ, മുമ്പത്തെ പോലെ. നേര് ചുമ്മാ ഇങ്ങനെ പിടിച്ചിട്ടുള്ളൂ, ഒന്നുമില്ല. ഞാനേ പൈപ്പ് ഒന്ന് കെട്ടിയൊക്കെ നിർത്താൻ പോണേ. ഇവിടെ റോഡുണ്ട്, മറ്റേ മാന്തി വരുമ്പോഴേ കളയല്ലേ. അപ്പൊ ആ കിണറ്റിന്നാണ് വെള്ളം കുത്തിയിട്ടേ? ആയിരുന്നു, അത് നിന്ന് പോയി. അയ്യോ, ആ ടാങ്കിലോട്ട് ഇച്ചിരി പിടിക്കായിരുന്നു. അയ്യോ, ആ പണി ഇത്രേ കിട്ടിയുള്ളൂ. അത് ആണോ? ഇനിയിപ്പം ഇന്നത്തേനുണ്ട്. ആ, ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. ഒരു മാവയിൽ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ, അതെല്ലാം പറിച്ചെടുത്തു. മാവൽ തിന്നുവാണേ, മുഴുവൻ മാവൽ നിന്ന് കളയും. പറിച്ചപ്പോൾ കുറച്ച് പൊട്ടിയും പോയി കേട്ടോ. പൊട്ടിപ്പോയൊന്നും കൊള്ളുമല്ല, കടുമാങ്ങ ഇടാമെന്ന് ഓർത്തോണ്ടാണേ. പാവലിന് പന്തലിടുവാണേ അങ്കിളെ. ആ പാവൽ നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതിനൊരു പന്തലിട്ട് കൊടുക്കുവാണെങ്കിൽ ചിലപ്പോൾ കായ്ക്കുമായിരിക്കും. പന്തലിടുകയായിരുന്നു. മാങ്ങയെല്ലാം അരിഞ്ഞ് വെക്കുമായിരുന്നു. മാങ്ങ എല്ലാം അരിഞ്ഞ് കടുമാങ്ങ ഇട്ട് വെക്കുകയാണെങ്കിൽ ഒരു കറിയായി. ഇന്ന് എല്ലാം അരിഞ്ഞ് ഉപ്പ് തിരുമ്മി വെക്കണം. അതിനുശേഷം നാളെ കടുമാങ്ങ ഇട്ട് വെക്കാമെന്ന് കരുതിക്കൊണ്ടാണ്. അപ്പോൾ മാങ്ങയിലെല്ലാം നന്നായിട്ട് ഉപ്പും പിടിക്കും, നല്ലതുമാണേ. അങ്ങനെ പണികളെല്ലാം തീർത്ത് കുളിയെല്ലാം കഴിഞ്ഞ് അപ്പനും കൊച്ചുമക്കളും കൂടെ കാപ്പി കുടിക്കുകയാണേ. എല്ലാം കഴിഞ്ഞ് വൈകിട്ടായപ്പോഴേക്കും മഴ പെയ്യാനുള്ള ഒരുക്കങ്ങളായി. കാർമേഘവും എല്ലാം മൂടിക്കിടക്കുമായിരുന്നു അന്തരീക്ഷമേ. പെട്ടെന്നൊരു മഴ പെയ്തു. എന്നും മഴ കളിപ്പിക്കുമായിരുന്നു. ഇപ്പോൾ പെയ്യും എന്നും പറഞ്ഞ് ഇടിയും മുഴക്കവും എല്ലാം ആയിട്ട് വരും. എന്നിട്ട് അങ്ങനെ ഇപ്പോൾ പെയ്യുന്നില്ലെന്നും പറഞ്ഞങ്ങ് പോകും. ഇന്ന് ഏതായാലും ഒന്ന് മഴ പെയ്തേക്കാമെന്ന് വെച്ചെന്ന് തോന്നുന്നു. മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ടേ പെയ്യുന്നുള്ളൂ, അങ്ങനെ ഒരുപാടൊന്നും പെയ്യുന്നില്ല. അപ്പോൾ ഒരാൾ മഴ പെയ്യുമ്പം മഴ കണ്ടുകൊണ്ട് തിന്നാൻ വേണ്ടി നിലക്കടല വാങ്ങിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴ പെയ്യാൻ തുടങ്ങിയപ്പോഴേ നിലക്കടല കുറച്ചുകൊണ്ട് മഴ കാണുവാണ് കേട്ടോ. അപ്പോൾ അങ്കിളിൻ്റെ ആഗ്രഹം അങ്ങ് സാധിച്ചല്ലോ അല്ലേ? അതുകൊണ്ട് നമുക്ക് സമാധാനിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യണം. നല്ല നല്ല അഭിപ്രായങ്ങളും പറയണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.